പണ്ടാറോടവൻ കയറി വന്നപ്പോ ഒരു പഞ്ചിടയിൽ നോക്കും. എനിക്കാണെങ്കിൽ പൊളിച്ചിട്ട് പിന്നെ എന്റെ ആവശ്യമായി പോയി. എനിക്ക് കിട്ടിയില്ല, നിനക്ക് കിട്ടൂല, അവസാനം നീ കരയും പോലെ അനുഭവം കൊണ്ട് പറയണേ. കലോത്സവ വേദിയിൽ ഞെട്ടിക്കുന്ന പ്രകടനങ്ങൾ നമ്മൾ കാണുകയാണ്. മിമിക്രി വേദിയിൽ കഴിഞ്ഞ ദിവസം വലിയ കയ്യടികൾ ഉയർന്നു. ആ കയ്യടികളിൽ ഏറ്റവും വലിയ കയ്യടി കിട്ടിയ ഒരു വലിയ മനുഷ്യൻ നമുക്കൊപ്പം ചേരുകയാണ്. ആൽവിൻ ആന്റണി. ഞെട്ടിച്ച ആൽവിനും ആൽവിൻ്റെ മമ്മി നമുക്കൊപ്പം ചേരുകയാണ്. ഒരു വല്ലാത്ത കഥയാണ് ഇവരുടേത്. വല്ലാത്ത കഥ എന്ന് പറഞ്ഞാൽ ആൽവിനും അമ്മയും തന്നെ പറയും. അല്ലിനെ, ആദ്യം തന്നെ ഇത്രയും വലിയൊരു പെർഫോമൻസ് ചെയ്യാൻ സാധിക്കുന്നു പ്രതീക്ഷിച്ചിരുന്നു ഈ വേദിയിൽ? പ്രതീക്ഷിച്ചില്ല, എത്രയും സ്റ്റാർ എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓരോരുത്തരും ഇങ്ങനെ എടുത്തെടുത്ത് വന്നപ്പോഴാണ് ഒരേ ആളെ ചെയ്യുമ്പോഴും മറ്റാളുടെ വേറെ ആൾ കിട്ടും. ബോണസാണത്. കഴിഞ്ഞ ദിവസമേ നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീൽ ഇങ്ങനെ തട്ടി തട്ടി നോക്കുമ്പോൾ ഒരു 10 റീല് കാണുമ്പോൾ അതിലൊന്ന് ആൽവിൻ്റെതാ കാണുന്നത്. വൈറലായല്ലോ, വലിയ വൈറലായല്ലോ. വൈറലായി. എവിടുന്നാ തുടങ്ങിയത് മിമിക്രി ജസ്റ്റ് ആർട്ടിസ്റ്റിനോടുള്ള ഇഷ്ടം കൊണ്ട് അങ്ങനെ ഡയലോഗ് പഠിച്ച് അങ്ങനെ ചെയ്താണ്. അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഡയലോഗ് പറഞ്ഞ് അങ്ങനെ പഠിച്ചാണ് സംഭവം. ആൽവിൻ്റെ മമ്മിയുടെ പേര് മീര. ആൽവിൻ്റെ മമ്മിയെ ഒരു പ്രത്യേകത എന്താ അറിയോ? അതിൻ്റെ പപ്പയുണ്ട്. ഞാൻ ആദ്യം ചോദിച്ചു സഹോദരനാണെന്ന് ചോദിച്ചു. നല്ല യൂത്തായിരിക്കുന്ന ഒരാൾ. അപ്പോൾ പറഞ്ഞല്ല ഞാൻ ഫാദറാണെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും നല്ല ഫുൾ എനർജിയിൽ നിൽക്കുവാണ്. ഞാൻ ചോദിക്കാൻ കാരണം, ഞങ്ങൾ പുറത്ത് സംസാരിച്ചപ്പോഴേ മോന് മിമിക്രി അറിയും എന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. എപ്പോഴാണ് ഇവൻ പറഞ്ഞത്? ഇവൻ വീട്ടിൽ ചെയ്യാറുണ്ട്. ഇങ്ങനെ ശബ്ദങ്ങൾ എടുക്കണ്ടെങ്കിൽ ഞങ്ങളത് മൈൻഡാക്കിയിരുന്നില്ല. ആള് നല്ലൊരു ഡാൻസ് ചെയ്യും, വരയ്ക്കും. അതിന് ഞങ്ങൾ സപ്പോർട്ടായിരുന്നു. അത് ഞാൻ ചെയ്യണത് ഞങ്ങൾക്ക് അറിയാം, കുഞ്ഞിലേ മുതൽ ചെയ്യുമായിരുന്നു. ഇത് ഇവൻ കാണിക്കണുണ്ടെങ്കിലും ഞങ്ങളാരും ഇതാക്കിയിരുന്നില്ല. പക്ഷെ സ്കൂളിൽ ഫസ്റ്റ് അവിടുത്തെ യൂത്ത് ഹോസ്റ്റലിന് ഞാനിങ്ങനെ പേര് കൊടുത്തിട്ടുണ്ട്, ചെയ്യൂട്ട മമ്മി എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ വേണ്ട, നീ വെറുതെ ഇവിടെ ചെയ്യണ പോലെ ചെയ്യണ്ട. ഇല്ല, ഞാൻ പേര് കൊടുത്ത്. അന്ന് വൈകിട്ട് വന്നിട്ട് പറഞ്ഞു ഞാൻ ഫസ്റ്റ് അടിച്ചിട്ടാന്ന് പറഞ്ഞു. പിന്നെ കലോത്സവത്തിന് അവര് റവന്യൂ സബ് ജില്ലയായി, ജില്ലയായി, സ്റ്റേറ്റായി, സ്റ്റേറ്റിൽ ഇങ്ങനെ നിൽക്കുന്നു അല്ലേ? മമ്മിയുടെ ടെൻഷനൊക്കെ മാറിയല്ലോ. ടെൻഷൻ മാറി. ഇവനെ നമ്മളങ്ങ് വിടുവല്ലേ? ഇനി വിടുവാ, ഞാൻ ഇഷ്ടം പോലെ ചെയ്യട്ടെ. പക്ഷേ നമ്മൾ കാത്തിരിക്കുന്നത് ഉണ്ടല്ലോ ആൽവിന്റെ പെർഫോമൻസിനായിട്ടാണ് കേട്ടോ. ആൽവിനെ ഓരോന്ന് ഇങ്ങോട്ട് പോരട്ടെ. ആദ്യം ദളപതി എടുക്കാം. கிரவுண்ட்ஸ் எல்லாம் வழங்குதா, ஆனால் ஆடியன்ஸ் எல்லாம் ஊர்வலம் பட்டியா பார்க்க போகிறேன். கிளப்பிட்டியா ஆட்ட நாயக. ഇത് നല്ല കയ്യടി ഉണ്ടായിരുന്നല്ലോ. ഇതിടെ ആദ്യ അടി എടുത്ത ദളപതി. ആസിഫ് അലി, നസ്ലിൻ, ദുൽഖർ പോരട്ടെ. ஓகே, நீ சூர்யா செய்யாம சூர்யா அண்ணா பின்னாயகன் சூர்யா. எல்லாரும் வணக்கங்க, சூர்யா பேசுகிறேன். நான் ரோலக்ஸ். ஆல் ரைட் சார், இனிமே சார். எஸ் சார். ஓகே சார். எஸ் சார். ഡബിൾ ഓക്കെ സാർ. ഓക്കെ സാർ. ഡബിൾ ഓക്കെ സാർ. ഓക്കെ, അടുത്ത് നസ്ലിൻ. ഏത് പണ്ടാറോടവൻ കയറി വന്നപ്പോ ഒരു പഞ്ചിടയിൽ നോക്കും. എനിക്കാണെങ്കിൽ പൊളിച്ചിട്ട് പിന്നെ എന്റെ ആവശ്യമായി പോയി. എനിക്ക് കിട്ടിയില്ല, നിനക്ക് കിട്ടൂല, അവസാനം നീ കരയും പോലെ അനുഭവം കൊണ്ട് പറയണേ. അടുത്ത് അമ്പാൻ, ആവേശം സിനിമയിലെ സജിൻ ഗോപു. അണ്ണപ്പണ്ട് ജ്യൂസാണെന്ന് പറ ചുറ്റിനും കൂടാണ്. അണ്ണ ചാടിച്ചപ്പോൾ തോളത്തൂടി ചവിട്ടി ജബർ തോളത്തൂടി കുത്തി കൊമ്പ്. എന്താ നിനക്ക് ബോറടിച്ച, നിനക്ക് മാസാണ് വേണം. ഈ അമ്പാൻ കൊച്ചിൻ ഹനീഫയിലേക്ക് അധികം ദൂരമില്ല. ഇല്ല. കൊച്ചിൻ ഹനീഫ ആദ്യം അമ്പാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കൊച്ചിൻ ഹനീഫയും ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അതുപോലെ നസ്ലിൻ ആസിഫ് അലിയിലേക്ക് വലിയ ദൂരം ഇല്ല. ഇവര് അതായത് ആദ്യം ആസിഫ് അലിനെ പഠിച്ച് അത് കഴിഞ്ഞപ്പോ നസ്ലിൻ അങ്ങനെ ബോണസ് ടിപ്പ് കിട്ടി. ഇതെങ്ങനെ ഈ നസ്ലിൻ ആസിഫ് അലിയിലേക്ക് എങ്ങനെയാ പോകുന്നത്? അതിങ്ങനെ ചെയ്ത് ഇടക്ക് ഇങ്ങനെ അമ്മ പറയും നൈസായിട്ട് നസ്ലിൻ കയറി വരുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലാവും ഓക്കെ നസ്ലിൻ വഴങ്ങും. ഓക്കെ, അപ്പൊ ആസിഫ് അലി ആവാം. ഒപ്പം ആസിഫ് അലി എന്റെ ബോസ് ജാഗ്രത അല്ലായിരുന്നു, ഇതിനൊക്കെ അടിപൊളിയായിരുന്നു. ഇത് പറയാനാ ബോസ്, ലൈഫിന്റെ കൈ പോയി. കൊച്ചിൻ ഹനീഫ പിള്ളേരുടെ കളിയാളല്ല കുത്തി കേട്ടുകളായി പന്തി. പിന്നെ അർജുൻ ദാസ് ചെയ്യുമ്പോ എനിക്ക് ജനാർദ്ദനൻ ചെയ്യാം. എന്താ പേര്? പൊന്നപ്പൻ. കൊള്ളാം, ഇവനാള് കൊള്ളാം. നീ പൊന്നപ്പൻ അല്ലടാ, തങ്കപ്പൻ.
തങ്കപ്പൻ, തനി തങ്കമല്ലേ? ആ എടാ എഴുതോ, ഇവിടെ രണ്ടക്കാലം തല്ലി ഒഴിടാ. എവരാള് കൊള്ളാം. എവരാള് കൊള്ളാം ശരിക്കും. ഇനി ഇനി അർജുൻ ദാസ് ചെയ്യാം. இந்த மேப்பில் நல்ல மசாலா பேருக்கு அவ தலைய கொலவலுக்கு லைக் லைட் சொல்லப்படா. ரிலாக்ஸ், அவன் பேரு தில்லு. എന്താണ് ലേറ്റ് ആയി പോയത് മോനെ? നീ ലേറ്റ് ആയി പോയി. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത് ഈ ഒബ്സർവേഷൻ, മിമിക്രി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഒബ്സർവേഷൻ ആണല്ലോ. അതെ അതെ. അപ്പം ഇതിങ്ങനെ നിരന്തരം കാണുക, അത് അനുകരിച്ച് നോക്കുക, ആരോടും പറയാതിരിക്കാം, വീട്ടിലൊന്നും പറയാതിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു സമയമായിരുന്നു. അതെച്ചാ സംഭവം ആദ്യം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ വെറുതെ ഡീമോട്ടിവേറ്റ് ആണ്ടാന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഫസ്റ്റ് അടിച്ച് വന്നിട്ട് പറയുമ്പോൾ വേറെ ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാഞ്ഞത്. അനിയത്തിക്ക് അറിയായിരുന്നു, എൻ്റെ സിസ്റ്ററിനെ ഇടയ്ക്ക് ഞാൻ അവളെടുത്ത് ഇത് ശരിയായ ഇടി, അത് ശരിയായിട്ടില്ല ചേട്ടെ, കുറച്ചുകൂടി ഉണ്ട്. അപ്പം ഞാൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരുന്ന് ഏറ്റവും അവസാനം ഫസ്റ്റ് അടിച്ച്. ഞാൻ ചോദിക്കുന്നതേ, ഈ ഒരു പ്രകടനം കണ്ടതിന് ശേഷം ആരെങ്കിലും ഒക്കെ വിളിക്കുക, അഭിനന്ദിക്കുക? മഹേഷ് ഏട്ടൻ, മഹേഷ് കുഞ്ഞുമോൻ. രാജാവല്ലേ മഹേഷ്? ഇപ്പം ഒരു ഫാൻ മൊമെന്റ് ആയിരുന്നു സമയത്ത്. മഹേഷ് ഏട്ടന്റെയും സിദ്ദിഖ് ഏട്ടൻ അവരെയൊക്കെ കണ്ടാണ് ഞാൻ ആ ഒരു പുള്ളിക്കാരന്റെ വീഡിയോസ് കുറെയൊക്കെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. പുള്ളിയൊക്കെ എൻ്റെ ഒരു ഐഡലാണ്. മഹേഷ് എന്ത് പറഞ്ഞു? മഹേഷ് ഏട്ടൻ പറഞ്ഞു, ബ്രോ നന്നായിരുന്നു, നല്ല രസമുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ എടുത്തപ്പോ നസ്ലിന്റെ സൗണ്ട് കയറി വന്ന്. അപ്പൊ എനിക്ക് പറഞ്ഞ് മഹേഷ് പറഞ്ഞ് നൈസായിട്ട് നസ്ലിം കയറി വരുന്നുണ്ട് ബ്രോ, ഇപ്പോഴും നസ്ലിം പോയിട്ടില്ല എന്ന് പറഞ്ഞു. മെൻഷനൊക്കെ ചെയ്ത് സ്റ്റോറിയൊക്കെ ഇതാക്കി, ഭയങ്കര സന്തോഷം. പിന്നെ ആര് വിളിച്ചു? പിന്നെ സിദ്ദിഖ് ഏട്ടൻ, സിദ്ദിഖ് റോഷൻ, പുള്ളിക്കാരൻ മെസ്സേജ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല ഭാവിയുണ്ട് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഞാൻ ചെയ്ത റീലിന്റെ അടിയിൽ അജു വർഗീസ് ഏട്ടൻ കമന്റ് ഇട്ടുണ്ടായിരുന്നു, ലവ്ച്ചിട്ടുണ്ടായിരുന്നു. എന്താ ആൽവിൻ ആന്റണിയുടെ ഫ്യൂച്ചർ പ്ലാൻ? സിനിമ അങ്ങനെ അതന്നെ, സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആവണം. സിനിമയാണ് ഇഷ്ടം, ചെറുതിലോട്ട് സിനിമ ഉണ്ട്. അങ്ങനെയാണ് മിമിക്രിയിലോട്ട് കയറണം. ഈ ആർട്ടിസ്റ്റിനോട് ഇഷ്ടം വന്നിട്ട് ഡയലോഗ് പഠിച്ച് അങ്ങനെ തന്നെ പറഞ്ഞ് മിമിക്രി ആർട്ടിസ്റ്റായി. ഓക്കെ, ഞാൻ മമ്മി ചോദിക്കുന്നതേ, നമ്മള് മക്കളിപ്പം ഞങ്ങളൊക്കെ സ്റ്റേജിൽ കയറിയ ആൾക്കാരാണ്, നാടകത്തിന് പോയിട്ടുണ്ട്, മിമിക്രിക്ക് കയറിയിട്ടുണ്ട്. പക്ഷേ നമ്മളൊന്നും ഇങ്ങനെ എന്താ പറയുക, വീട്ടിൽ നമ്മളെ കഴിവ് അങ്ങനെ തിരിച്ചറിയാം, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പറയാത്ത ഇവനെ പോലൊക്കെ തന്നെ ഉള്ള ആളുകളാണ്. പക്ഷെ അത് കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ കണ്ടെത്തി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇവരൊപ്പം നിൽക്കുക എന്നുള്ളതൊരു ഒരു അമ്മ അച്ഛൻ്റെയൊക്കെ ഇതാണ്. എന്താണ് നിങ്ങളുടെ സപ്പോർട്ടാണ്? നമ്മല്ല ഇവനെല്ലാം ഡാൻസിനും വരയ്ക്കൊക്കെ ഞങ്ങൾ കൊണ്ടു നടക്കണതാണ്. കാരണം അതൊക്കെ അവൻ കുഞ്ഞിലേ കാണിച്ചിരുന്നതാണ്, ഇത് നമുക്ക് അറിയില്ലായിരുന്നു. ഇനിയിപ്പോ ഫുള്ള് സപ്പോർട്ടാണ്. ഞാൻ വളരെ കാര്യമായിട്ട് ഒരു കാര്യം ചോട്ടെ, നമ്മൾ മോൻ ഇങ്ങനെ കയ്യടി നിരന്തരം കിട്ടുമ്പോഴേ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞോ? നിറയോലോ അല്ലേ? മോൻ ഇങ്ങനെ അവിടെ വേദിയിൽ നിൽക്കുന്നു, ആൾക്കാർ ഇങ്ങനെ നിർത്താതെ കയ്യടിക്കുന്നു അല്ലേ? ഭയങ്കര അഭിമാനം തോന്നിയിട്ടുണ്ടോ? എന്റെ മോനല്ലേ അത് എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലേ? പിന്നെ അത് നമ്മ ആഗ്രഹിക്കുന്ന കാര്യമല്ലേ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു, ഫെജോ റാപ്പർ ഫെജോ ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ സ്റ്റോറി ഇട്ടായിരുന്നു, ഞാൻ പറയാൻ മറന്നുപോയി. പുള്ളിക്കാരൻ ഞാൻ വേറൊരുത്തുണ്ടായിരുന്നു വേടൻ ചെയ്യണം. അപ്പൊ അത് ഫെജോ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, അടിപൊളി മക്കളെ എന്നൊക്കെ പറഞ്ഞു. അത് നമ്മൾ കണ്ടിരുന്നു. പിന്നെ ഒരാളെ വേടനെ എടുക്കൂലേ? ഫെജോ എടുക്കും. ഫെജോനെ എടുത്തു. കൂടെയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ നമുക്ക് വേടന്റെ ഒരു പെർഫോമൻസോടെ ഒരു കുട്ടി വന്നു. എനിക്ക് തോന്നുന്നു മത്സരം നിങ്ങൾ ഒരുമിച്ചുണ്ടാവും അല്ലേ? ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത്, അതായത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണം വേടനെ, അത് ഫെജോ വേടനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണ പോലെ അവൻ വേടനെ. ഒന്നുകൂടെ നോക്കാം. ഓക്കെ, കൂടെയുണ്ട് ജെഫിൻ, എന്റെ ഡിക്കൊരായിരം ഓറ. അസാധ്യമായ പ്രകടനം. പക്ഷെ ആൽവിൻ ആദ്യം കാലെടുത്ത് വെച്ചത് സ്വന്തം ഗുരുവിന്റെ ശബ്ദം അനുകരിച്ചാണ്. PT ഭാഷ് 10ാം ക്ലാസ്സിൽ എനിക്കൊരു സാറുണ്ടായിരുന്നു, എന്റെ പേരായിരുന്നു ആൽവിൻ സാർ. കാണുന്നുണ്ടെങ്കിൽ സോറി സാറെന്ന് ഞാൻ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പുള്ളിക്കാരൻ 10ാം ക്ലാസ്സിൽ PT സാറായിരുന്നു. അപ്പൊ ബെല്ലടിച്ച് കഴിഞ്ഞാൽ പിള്ളേർ ക്ലാസ്സിൽ കയറൂല. അപ്പൊ ആ പുള്ളിക്കാരന്റെ സ്ഥിരം ഡയലോഗാണ് ബെല്ലടിച്ചാൽ ക്ലാസ്സിൽ കയറുക. അപ്പൊ പുള്ളി ഭയങ്കര കട്ടി വോയിസാണ്. ഞാനിത് ഇടയ്ക്ക് ഇങ്ങനെ ഞാനിത് വാച്ച് ചെയ്തു. ഓക്കെ, ഒബ്സർവേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ സ്ട്രൈക്കായി. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. അങ്ങനെ ഒരു ദിവസം ബെല്ലടിച്ചിട്ട് ആരും ക്ലാസ്സിൽ കയറിയില്ല. അപ്പോൾ ഇങ്ങ് ഫുള്ളും പിള്ളേർ ഇരിക്കണേ, കപ്പിൾസായിട്ടും മറ്റേ ഇരിക്കണേ.
ഞാൻ എൻട്രൻസിൽ കൂടി കയറുന്നത് കാണാൻ പറ്റില്ല, നമ്മുടെ ബോയ്സ് മാത്രം പോകുള്ളൂ. ഞാൻ ഒരു ദിവസം കയറിയിട്ട് അപ്പൊ പറഞ്ഞ് എല്ലാരും ബെല്ലടിച്ച് ക്ലാസ്സിൽ കയറാന്ന് പറഞ്ഞു. അത് മറന്നുപോയി. പത്തില് ഒച്ചയില് പറഞ്ഞ് അവിടെ ഫുള്ള് ഓട്ടായി, തട്ടൊക്കെ ഇട്ടോണ്ട് ഓടിട്ട് ആകെ ഓട്ടപ്പാച്ചിലായി. ഒരുത്തമ്മ എന്നെ വിളിച്ചിട്ട് വലിച്ചോണ്ട് ഓടി. എടാ സാറ് വരുന്ന പറഞ്ഞ ഞാൻ പറഞ്ഞു ഞാനാണ് സാറ്. ആൽവിൻ മാഷ് സാറിനെ വിളിച്ചോ? ഇല്ല വിളിച്ചിട്ടില്ല. വിളിക്കണം. ആൽവിൻ സാറിനെ വിളിച്ചിട്ട് പറയണം, സാറിനെ അനുകരിച്ചാണ് ഞാൻ തുടങ്ങിയത്. ഞാനിതാ ഇപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദിയിൽ എ ഗ്രേഡും നേടി കയ്യടി നേടി നിൽക്കുകയാണ്. സാറിന് അനുഗ്രഹം എനിക്ക് വേണമെന്ന് പറയണം. ഓക്കെ, താങ്ക് യു ആൽവിൻ ആന്റണി. ഒപ്പം എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. മുന്നോട്ട് പോട്ടെ. നമുക്കറിയാമല്ലോ, നമ്മളെ ചിരിപ്പിക്കുക, ചിന്തിപ്പിക്കുക, നമ്മളെ ടെൻഷനൊക്കെ മാറ്റുക എന്ന് പറയുന്നത് കലാകാരന്മാരുടെ കഴിവ്. അവർക്ക് മുന്നിൽ നമ്മൾ പലപ്പോഴും നമിക്കും. അപ്പം വലിയ അനന്തമായ സാധ്യതകളുള്ള അനുകരണ കലയുടെ ലോകത്തേക്ക് ഇതാ ആൽവിൻ ആന്റണി നടന്നു വരികയാണ്. എല്ലാവിധ ഭാവുകങ്ങളും. താങ്ക് യു.